കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾ ടോപ്പ് പ്രസൻസ് ഒന്നൊന്ന് രുചി. റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. നമസ്കാരം, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒന്നൊന്ന് രുചി ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. ഇന്നത്തെ പോലെ ഇന്നും ഒരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ വലിയൊരു റിയാലിറ്റി ഷോ വിൻ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ DKDയുടെ സീസൺ 2 വിന്നറെ നമുക്ക് പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. അതിനോടൊപ്പം മുനീറിൻ്റെ ഉമ്മയുണ്ട്. വരൂ. ഭയങ്കര ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഈ ഒരു വലിയൊരു വിന്നായിട്ട് നിൽക്കുന്ന എന്താണ് ഒരു ഫസ്റ്റ് ഫീലിംഗ്? ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമാണ് എനിക്ക്. പിന്നെ നാട്ടിലോട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലാവർക്കും ഇക്ക ചെയ്തേലിക്ക ഞാൻ കണ്ടേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓടി. ഭയങ്കര സന്തോഷമല്ലേ? എവിടെയാണ് ശരി? കൊച്ചിയിൽ എവിടെയാണ് സ്ഥലം? വൈപ്പിലാണ്. അപ്പോൾ വൈപ്പിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഹീറോയാണ്. ഭയങ്കര ടാലന്റ് ഉള്ളവർക്കാണ് നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് വളരെ കുറച്ച് പേര്, ഒരു 1000 ഒരു 100 പേര് പാടുമെങ്കിൽ ചിലപ്പോൾ 2 പേരെ നന്നായിട്ട് ഡാൻസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഒരു മികവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മയുടെ എന്താണ് ഫീലിംഗ്? മകൻ ഇങ്ങനെ ഒരു വലിയൊരു മത്സരത്തിൽ വിജയിച്ചു വന്നു, നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായി. എന്റെ മോനിങ്ങനെ പിന്നെ എനിക്ക് അഭിമാനിക്കാല്ലോ. അതെ, ഉമ്മ അത് ഇങ്ങനെ ഇത് മത്സരത്തിൽ തുടങ്ങിയപ്പോൾ മുതൽ വിജയിക്കും എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായി, പഠിച്ച ദൈവത്തിനും വിശ്വാസമുണ്ട്. അല്ല, അന്നേ ഉമ്മയ്ക്ക് ആദ്യമേ അറിയായിരുന്നു വിജയിക്കുമായിരുന്നു. ആ ഒരു കോൺഫിഡൻസും ധൈര്യവും എല്ലാം മോന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് അതൊക്കെ പോട്ടെ, നമുക്ക് എന്താണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വിജയം നമ്മൾ ആഘോഷിക്കാനായിട്ട് ഉമ്മ എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? കായ്പോള. പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ എല്ലാവരും വൈകുന്നേരങ്ങളിലൊക്കെ തരിക്കഞ്ഞി, കായ്പോള ഇതൊക്കെ നമുക്ക് അറിയാവുന്ന, അതേപോലെ നിങ്ങൾക്ക് ഉന്നക്കയൊക്കെ അറിയാം. അപ്പോൾ കായ്പോളയാണ് ഇന്ന് ഈ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി ഉമ്മയും മുനീറും കൂടെ നമുക്ക് വേണ്ടിയിട്ട് ഒന്നൊന്ന് രുചിനെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ കായപ്പോള ഉണ്ടാക്കാനുള്ള സംഭവം ഏത്തപ്പഴം, ഉണക്കമുന്തിരിങ്ങ, ഏലക്കാപ്പൊടി, നെയ്യ്, കശുവണ്ടി, പഞ്ചസാര എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ തുടങ്ങാം. എങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങുന്നത്? ഇത് 4 പീസാക്കി ചെറിയ ചെറിയ പീസാക്കി എടുക്കും. ഓക്കെ, മുനീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസറാണ് മൈക്കിൾ ജാക്സൺ ആണെന്ന് നമ്മളൊക്കെ പറയുന്നത് ആണോ? അതെ, മൈക്കിൾ ജാക്സൺ തന്നെയാണ്. ഇന്ത്യയിലെ ആരാണ്? പ്രഭുദേവ. നമ്മൾ സെയിം. പ്രഭുദേവയ്ക്കൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭയങ്കര ഒരു ജെന്റിൽമാൻ മുതൽ, അല്ലെങ്കിൽ പ്രഭുദേവയുടെ ഏതൊക്കെ ആണ്? ജെന്റിൽമാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതെ, എല്ലാം സോങ് എടുത്ത് ചെയ്യണത് ജെന്റിൽമാനിലെ സോങ്സ് എടുത്താണ് ഞാൻ ചെയ്യാറ്. അപ്പം ഭാവിയിൽ എന്തായിട്ട് വരാനാണ് മുനീറിൻ്റെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നല്ലൊരു ഡാൻസറായിട്ട് വരണം, അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മുനീറിൻ്റെ? എനിക്ക് കൊറിയോഗ്രാഫറായിട്ട് നടക്കാനാണ് ഇഷ്ടം, കൊറിയോഗ്രാഫർ ആവാനാണ് ഇഷ്ടം. ഓക്കെ, പഴം നെയ്ക്കകത്ത് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇതെന്തോരം വരട്ടണമെന്നാ? വരട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഈ കശുവും മുന്തിരിയും കൂടെ അതുപോലെ തന്നെ അതിന്റെ ഇത് എടുത്ത ശേഷം സെപ്പറേറ്റ് ആയിട്ട് നെയ്ക്കകത്ത് വീണ്ടും. മുനീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉമ്മ ഉണ്ടാക്കുന്നത്? ഉമ്മ ഈ നോമ്പൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉമ്മാനോട് സ്പെഷ്യലായിട്ട് ചോദിച്ചു മേടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കായ്പോള എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഇത്. അതെ. അതല്ലാതെ ഭക്ഷണമായിട്ടോ? കായ്പോളയൊക്കെ നോമ്പ് സമയത്ത് ഉണ്ടാക്കുന്നതാണ്, ഡെയിലി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നില്ല. ബിരിയാണിയൊക്കെ വെച്ച് തരുന്നില്ല? ബിരിയാണി വെച്ച് തരും, അടിപൊളിയാണ്, നോക്കാൻ നല്ല ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ. പഴമൊക്കെ നേന്ത്രപ്പഴം നെയ്ക്കകത്ത് വരണ്ട് നല്ല ചുമന്ന നിറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളി ബ്രൗണിഷ്. അത് കാണുമ്പോൾ തന്നെ കാരമലൈസ് ആയിട്ട്, അതിൻ്റെ സ്വീറ്റ് കാരമലൈസ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കാണുന്നുണ്ടല്ലോ, നല്ല ബ്രൗണിഷ് കളറിലായിട്ട് വരുന്നുണ്ട്. മതി. ഇനി അത് കഴിഞ്ഞിട്ട് കശുവണ്ടിയും ഉണക്കമുന്തിരിക്കയും വേണം അല്ലേ?
ഈ ഒരു മത്സരത്തിന് ഭയങ്കര പിരിമുറുക്കം, ടെൻഷൻ. ഈ ഫൈനലിന് മുമ്പ് എങ്ങനെയായിരുന്നു? ടെൻഷൻ ആയിരുന്നു ആണോ? പിന്നെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു കാര്യമാണല്ലോ. ആ ടൈമിൽ ടെൻഷൻ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറക്കമൊന്നും ഇല്ലാണ്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ചെല്ലണത്. എന്നിരുന്നാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഭയങ്കര ടാലൻറ്റഡാണ്. നമ്മുടെ കൂടെ നിൽക്കണവരാണെങ്കിലും എല്ലാവരും ഭയങ്കര ടാലൻറ്റഡാണ്. അപ്പോൾ ഇവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കുമല്ലോ വന്നേക്കുന്നത്. അണ്ടിപ്പരിപ്പ് കശുവണ്ടി നല്ല നെയ്ക്കാത്ത ഇതിനിടയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ കശുവണ്ടി നല്ല ചുമന്ന നിറം ആയി, ഒരുപാട് ബ്രൗൺ ആയില്ല. അത് നെയ്ക്കാത്തിട്ടു സെപ്പറേറ്റ് ആയിട്ടാണ്. പഴം ആദ്യം ചെയ്തു, വീണ്ടും കശുവണ്ടി ചെയ്തു, ഇനി ഉണക്കമുന്തിരിങ്ങയും അല്ലേ? അപ്പോൾ ഇനി മുന്തിരിങ്ങയും നെയ്ക്കകത്ത് വയറ്റിയിട്ടാണ് അതിനകത്ത് ഇടുക. അങ്ങനെ കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങ, നേന്ത്രപ്പഴം നെയ്ക്കകത്ത് വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇനി എന്തിനാണ് ചെയ്യേണ്ടത്? മുട്ട. ഈ 4 മുട്ട എടുത്തിട്ട് 4 സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർക്കും. അല്പം ഉപ്പ്, ഇത്തിരി ഏലക്കപ്പൊടി. ഇത് 4ഉം കൂടെ ഇട്ടിട്ട് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്തിനാണ് ഉപ്പ് എന്തിനും ഒരല്പം ചേർത്താൽ നല്ലതാണ്. അപ്പം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം 4 മുട്ട, അതിനോടൊപ്പം 4 സ്പൂൺ പഞ്ചസാര, ലേശം ഉപ്പ്, ലേശം ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തു. അങ്ങനെ മുട്ട ബീറ്റ് ചെയ്ത് അതിനേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ ഒരു എപ്പിസോഡിനകത്ത് നീയെ ഓടി വന്ന് നിങ്ങൾ ആ ഡാൻസ് ചെയ്തിട്ട് ഭയങ്കര തൊഴിൽ, നമുക്ക് എല്ലാവർക്കും ഒരു കോരിത്തിരിപ്പ്. അപ്പോൾ അവരെ പോലൊക്കെ ഉള്ളവർ വന്ന് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുക, ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഭയങ്കര അന്നേരം എന്താണ് ഫീൽ ആയത്? ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കണ എന്ന് പറയുമ്പോൾ ഈ പെർഫോമൻസ് ചെയ്തിട്ട് എല്ലാവരും സ്റ്റാൻഡേർഡ് നിൽക്കണല്ലേ. അതെ. അപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടായി എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് മിയ മാം ഓടി വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഉമ്മയ്ക്ക് എന്താണ് കണ്ണ് നിറഞ്ഞോ? ആ പരിപാടി കണ്ടോണ്ടിരുന്നപ്പോ വല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നു. കാരണം അവൻ ചെയ്യുന്ന ആ ഡാൻസ് ഭയങ്കര ഒരു ആയിരുന്നു. അന്നേരം എന്റെ പഠിച്ചവനെ അവന് അതിൽ നിന്നൊരു ആപത്തുമില്ലാതെ ആ ഡാൻസ് കളിച്ച് തീർന്നാ മതി എന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. വിജയം തോൽവിയൊക്കെ പടച്ചോന്റെ. ഓക്കെ, നമുക്ക് ഇനി അത് ചെയ്യാം. വരും. ഇതങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കായപ്പഴം ഉണ്ടാക്കുകയാണ്. നെയ്യ് ഒഴിച്ച് അടച്ച് വെക്കുകയാണ് അല്ലേ? അവ ചെയ്യാം. കാരണം പഞ്ചസാരയും മുട്ടയും നെയ്യും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് അത് നെയ്ക്കകത്ത് എന്ത് മൂപ്പിച്ചാലും ഒരു പ്രത്യേക വാസനയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഓൾറെഡി അതിൻ്റെ ഒരു ആരോമം വന്നു. എത്ര മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്? 20 മിനിറ്റ് അല്ലേ? 20 മിനിറ്റ് ഇതേ ഒരേ ചൂടിലിരുന്ന് കുക്കാവും. കേക്ക് രൂപത്തിൽ അടിയിലപ്പോൾ അത് നല്ല മൊരിഞ്ഞിരിക്കും. അങ്ങനെ കിട്ടണം. ഇത് ഒരു സ്നാക്സ് ആയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത് അല്ലേ? അങ്ങനെ കായപ്പൊള്ളയുടെ അവസാന ഘട്ടം എത്തി. സ്റ്റീമൊക്കെ വന്ന് ഇവിടെ മൊത്തം നെയ്ക്കകത്തും നേന്ത്രപ്പഴം വയറ്റിയ വാസനയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് ഇത് കമത്തി വെക്കുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞൊന്ന് തണുത്ത് ഇതൊക്കെ ഒരു 20 മിനിറ്റ് നമ്മൾ പറഞ്ഞു കൃത്യം ടൈം വെച്ച് കുറച്ച് ചെറിയ അപ്പോൾ അടപ്പേന്ന് എടുത്ത് നിങ്ങൾ തിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ, ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് തിരിച്ചിടുക. അപ്പോൾ തിരിച്ചിട്ടിട്ടാണ് നമ്മളിത് മുറിച്ച് കഴിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ആ ഷുഗറും മുട്ടയും പഴത്തിൻ്റെ കാരണമായിട്ട് നല്ല കളർഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് അങ്ങനെ കായപ്പുള്ള തിരിച്ചിടുന്ന വലിയൊരു ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിക്കുന്ന പോലൊരു സംഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത്രയും വളരെ 5 ഇൻഗ്രീഡിയൻറ്റ് 5ഓ 6ഓ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഒരു ബേക്ക് ചെയ്തൊരു കേക്ക്. നമ്മൾ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓവൻ വേണം, മറ്റുള്ള സംഭവം വേണം. അതിൻ്റെ ഒരു നാടൻ കേക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര സന്തോഷം വെച്ചാൽ ഈ DKDS സീസൺ 2ന്റെ വിന്നറിന്റെ ആഘോഷം പോലെ കേക്ക് പോലെ. ഇത് പ്ലാൻ ചെയ്തൊന്നും അല്ല, ശരിക്കും പറഞ്ഞൊരു കേക്കായി. നമുക്ക് വിന്നറെ കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യിപ്പിക്കാം.
കണ്ട അതിന്റെ ആവി പറക്കുന്ന കായപ്പോള. പഴത്തിന്റെ രുചി നമുക്ക് പറയേണ്ട കാര്യമില്ല. മലയാളിക്ക് പഴം പുഴുങ്ങി അല്ലെങ്കിൽ ഏത്തപ്പഴം വെറുതെ പോലും കഴിക്കുന്നതാണ്. അപ്പോൾ ഈ പഴം പുഴുങ്ങിയതിനെക്കാട്ടി ഒരു സ്വാദാണ് ഇത് വരട്ടിയിട്ട് ഇതിനകത്തൊരു സ്റ്റീമോട് കൂടി കുക്ക് ചെയ്ത്. അപ്പോൾ ഒരു പഴം വരട്ടി പുഴുങ്ങിയ ഒരു ഫ്ലേവർ മുട്ടയോടൊപ്പം കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് അസാധ്യമാണ്. ഈ ഒരു കഷ്ണം കേക്ക് മുനീറിന്റെ വായിൽ വെച്ച് കൊടുത്തു. നമ്മളങ്ങനെ ഈ ചാമ്പ്യന്റെ വിജയം ഇവിടെ ഒന്നൊന്നര രുചിയിൽ ആഘോഷിക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. അപ്പോൾ ഇനി ഒത്തിരി അവസരം വരട്ടെ. ഇതിനോടൊപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, ആ ഗിഫ്റ്റ് കൂടെ തരാം. പ്രസ്റ്റീജിന്റെ ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കറാണ് ഇത്. മുനീറിനല്ല, മുനീറിന്റെ ഉമ്മയ്ക്കാണ്. കാരണം ഉമ്മയ്ക്കാണ് ഇതിന്റെ ഉപകാരം കൂടുതൽ. അപ്പോൾ സന്തോഷമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സ്വീകരിക്കുക. ഒന്നൊന്നര രുചിയുടെ ഒരു ഗംഭീര, ഒരിക്കൽ കൂടി വലിയൊരു അഭിനന്ദനം നേരുകയാണ്. വലിയൊരു വിജയം ഉണ്ടായി. അപ്പം ഈ ഒരു ഇത് തുടരുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മുഴുവൻ കൊച്ചി, മുഴുവൻ കേരളം അറിയപ്പെടുന്ന വലിയൊരു കലാകാരനാവട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഒന്നൊന്നര രുചി തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ്, ഷെഫ് നിർവ്വാണ ഒന്ന് ഉണ്ടാക്കി കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ നിർവ്വാണയാണ് ഉണ്ടാക്കുന്നത്. അത് കരിമീനാണ്. സാധാരണ നമുക്ക് കരിമീൻ വെച്ചുണ്ടാക്കാം, നെയ്മീൻ വെച്ചുണ്ടാക്കാം, ആവോലി വെച്ചുണ്ടാക്കാം. ഇതൊന്നും കിട്ടില്ല. ഇനി മത്തിയോ ചാള വെച്ചോ അയല വെച്ചാലും ഉണ്ടാക്കാം. വേണ്ടത് കുറച്ച് മാങ്ങ, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തേങ്ങാപ്പാൽ, വാഴയില, ഒരു അപ്പച്ചട്ടി, ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ കരിമീനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിർവ്വാണ ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം ഫിഷ് മറിനേറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള മറിനേഷനാണ്. മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി എടുക്കും. അതിനോടൊപ്പം തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങ. അപ്പോൾ ഇതിനകത്ത് മല്ലിപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, നാരങ്ങ നീര്. ജസ്റ്റ് ഇത് 2 മീനായിട്ട് അരമുറി നാരങ്ങ നീര് മതി. ലേശം നോർമൽ വെളിച്ചെണ്ണയല്ല ഇതിനൊഴിക്കുന്നത്. ഇതൊന്ന് ഇത്തിരി ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ലേശം നോർമൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴമ്പ് പരുവത്തിലാണ് നമ്മൾ ആക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നമുക്കപ്പോൾ മീനെ ഒന്ന് മറിനേറ്റ് ചെയ്യാം. മസാല നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് മതി ഇതിനൊക്കെ മസാല പിടിക്കാനുള്ള. കാരണം ഇത് നമ്മൾ കോക്കനട്ട് മിൽക്കിൽ വാഴയിലേക്കകത്ത് പൊള്ളിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണിത്. മീനപ്പം മസാലയൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. അങ്ങനെ ഫിഷ് മറിനേറ്റ് ചെയ്തു. ഇനി ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്യാണ്. ഒരു 2 മിനിറ്റ്സ് ആണ് ഈ ഫിഷ് ഗ്രില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. ജസ്റ്റ് പാനിലാണ് നിർവ്വാണ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം അപ്പച്ചട്ടിയാണ്. ഇനി ഇതില്ലെങ്കിൽ മൺചട്ടി വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് എപ്പോഴും ആദ്യം തന്നെ ഇല കരിയാതിരിക്കാൻ ഈ അപ്പച്ചട്ടിയിൽ ലേശം എണ്ണ ഒഴിക്കണം. അപ്പോൾ ഇലയിലാണ് ഈ ഫിഷ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ഫിഷ് കുക്ക് ചെയ്യാനായിട്ട് നോക്കാം. ലേശം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ വാഴയിലയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കുറച്ച് കറിവേപ്പില, തേങ്ങാപ്പാൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമ്മൾ തിരിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് 2 മിനിറ്റ് ഈ സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കുക്കിംഗ് ഈ പാലിനകത്ത് ഡയറക്റ്റായിട്ട് എടുക്കും. വളരെ വേഗത്തിൽ ചെയ്തെടുക്കാവുന്ന, ഏതെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഇത് കൂടുതൽ അപ്പത്തിനോടാണ് നല്ലത്. ഇതിപ്പോൾ ഇലയുടെ സെൻറ്റർ പാട്ടായിട്ട് ഞാൻ ഒന്ന് ഇല വാട്ടുകയാണ്. അപ്പോൾ ഫിഷ് ഇതേ ഗ്രില്ലായി. ജസ്റ്റ് ഒരു ഗ്രിൽ മാർക്ക് വന്നു. ഇത്രയും കാര്യമുള്ളൂ. ഇനി നമ്മളിത് വാഴയിലയിലേക്ക് വെക്കുകയാണ്. വാഴയിലേക്ക് ഈ മീൻ വെച്ചു. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മീൻ കുക്കാവുന്ന പരുവത്തിന് അനുസരിച്ചുള്ള പാന്. അതിലേക്ക്
പൊടിയായിട്ട് അരിഞ്ഞ പച്ചമാങ്ങ, ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ടാണ് പച്ചമാങ്ങ ലേശം ഇട്ട് കൊടുത്ത് പാലിലേക്ക്. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, പാലിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ അതിൻ്റെ പാലിലേക്ക് എല്ലായിടത്തേക്കും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ക്രഷ് ചെയ്ത കുരുമുളക്. നമ്മൾ മസാല ഇട്ടപ്പം ആവശ്യത്തിനുള്ള മീനകത്തുള്ള മസാല ഇട്ടു. ഇപ്പോൾ ഉപ്പിട്ടത് ആ തേങ്ങ പാല് ഫ്രഷായിട്ട് ഒഴിച്ചതുകൊണ്ട് അതിന് വേണ്ട ഉപ്പാണ് നമ്മൾ സൈഡിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തത്. തേങ്ങയുടെ പാലിങ്ങനെ തിളച്ചു തുടങ്ങി. ഇതൊരു ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാണ് വാഴയിലേക്കകത്തോടെ വെളിച്ചെണ്ണയ്ക്കകത്ത്. അപ്പോൾ ആ ഫിഷ് തേങ്ങാപ്പാലിനകത്തിരുന്ന് കുറുകി കുക്കായിട്ട് ആ ഫിഷിൻ്റെ ജ്യൂസ് മൊത്തം ഈ പാലിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും സ്വാദ്. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില മുകളിൽ. ഇത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഈ നിർവ്വാണം റെഡിയായി. അവസാനമായിട്ട് ലേശം കുരുമുളക് കൂടിയും കൂടെ വെതറി ഒരല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മുകളിൽ. ഈ നിർവ്വാണം റെഡിയാണ്. ഹലോ, അസ്സാം വലൈക്കും. ഞാൻ തസ്രിയ ബഷീർ, കാസർഗോഡ് നിന്നാണ് വരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് തെരയുടെയാണ്. കാസർഗോഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നല്ലോണം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണൊക്കെ അണ്ടിപ്പരിപ്പ് മതിയാകും, കിസ്മിസ് മതിയാകും. അതുപോലെ അണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും. ഇത് രണ്ടും ആദ്യം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് പിന്നീട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. സെയിം പാനിൽ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കളർ മാറാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നീട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. അതുപോലെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതാണ് ഇതിലേക്കുള്ള പണ്ടം. അണ്ടിപ്പരിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒന്നും കൂടെ എളുപ്പമാണ്. ഓക്കെ, ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മാവ് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഓൾറെഡി മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരി ഒന്ന് കുതിർത്ത ശേഷം 1 മുട്ടയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം ഈ ഒരു മാവ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ചേർക്കണമെന്നില്ല. ഞാൻ അരക്കുമ്പോൾ ചേർത്തിട്ടില്ലായിരുന്നു. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലോട്ട് ഓൾമോസ്റ്റ് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പാൻ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ കാസർഗോഡ് ട്രഡീഷണലായിട്ട് പുതിയാപ്പള സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഈ ഒരു തെരയുടെ.
പണ്ട് മുതലേ ചെയ്യാറുള്ള വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും മതിന് നമുക്കിത് മാറ്റാം. ഇനി ഒരെണ്ണം ചുട്ടെടുത്തിട്ട് പിന്നീട് നമുക്ക് ഈ സമയത്ത് ഇത് കുക്കാകുന്ന സമയത്ത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് ഈ പണ്ടം ഇതിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാസർഗോഡ് സ്പെഷ്യൽ തെരേട. ഇത് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ്. തെരയുടെയൊക്കെ റെഡിയായി, നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഭയങ്കര ഇത് കൊതിയായിട്ട് വീണ്ടും ഒരു കാസർഗോഡ് ഒരു സ്നാക്സ് ആണ് ഉണ്ടായി കൊണ്ടുവന്നിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചായയോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.